ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്ക് 5 മിനിറ്റിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് മുണ്ട് കൊടുക്കാൻ നോക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ അണ്ടർസ്കേർട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ കെട്ടി കൊടുക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ സാരി ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഊരിപ്പോരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അണ്ടർസ്കേർട്ടൊക്കെ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടുക. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടിയിലോട്ട് പോകുന്നത്. അപ്പോൾ വേണ്ട, ഇപ്പോൾ ഞാൻ ടൈറ്റായിട്ട് അണ്ടർസ്കേർട്ടൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് സെറ്റ് മുണ്ടെന്ന് പറയുന്നത് ഒരു ഗോൾഡൻ കസവുള്ള സെറ്റ് മുണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു കൺഫ്യൂഷനാണ് ഇതിൽ സെറ്റ് മുണ്ടേതാ അതിൻ്റെ ആ എന്താ പറയുക ഷോള് പോലത്തെ ആ നേരിയത് ഏതാണെന്നുള്ളത്. അപ്പം ഈ നേരിയതെന്ന് ഈ ഷോള് പോലെ ഇരിക്കുന്ന ആ സംഭവമാണ് നമ്മുടെ നേരിയത് എന്ന് പറയുന്നത്. മുണ്ടെന്ന് പറയുന്നത് നമ്മൾ ഉടുക്കുന്നത്. അപ്പോൾ ഇതിന് കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും നമ്മൾ ഒരേ ലെവലിൽ പിടിക്കുമ്പോൾ ഇതിൻ്റെ കണ്ടോ ഇറക്കം കുറഞ്ഞതായിരിക്കും നമ്മൾ ഈ മുകളിൽ ഉടുക്കുന്ന ആ ഷോള്, അതായത് നേരിയത്. പിന്നെ ആ നീളം കൂടിയതായിരിക്കും നമ്മുടെ മുണ്ട്. അപ്പം ഇനി ആർക്കും അത് തെറ്റിപ്പോകരുത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു രീതി. ഇനി നമുക്ക് ഈ സെറ്റ് മുണ്ടിൻ്റെ അകത്ത് മുണ്ട് എങ്ങനെ ഉടുക്കാൻ നോക്കാം. അപ്പം ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വേണം നമ്മുടെ ഈ സെറ്റും മുണ്ടിൻ്റെ ആ ഒരു ഓപ്പണിങ് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനിതിപ്പം ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് ഇടത് സൈഡായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ വലത് സൈഡിലോട്ടായിരിക്കണം നമ്മുടെ ആ ഒരു ഓപ്പണിങ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് ഇപ്പോൾ ഒരു സെറ്റ് മുണ്ടിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സെറ്റ് മുണ്ടിൻ്റെ കര നമ്മുടെ കറക്റ്റ് സെൻറ്ററിൽ വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി വരുന്നത്. അപ്പോൾ ഈ സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്കുണ്ട്. അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സെൻറ്ററിലായിട്ട് ഈ കരയുള്ള ഭാഗം പിടിക്കുക കണ്ടോ. അപ്പോൾ പിടിച്ച് നമ്മളത് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മളൊരു 1-2 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ സെൻറ്ററിൽ വെച്ച പോർഷൻ്റെ അവിടെ നിന്ന് നമ്മളെ ഇടത് സൈഡിൽ വേണം നമ്മുടെ ആ ഒരു ഫസ്റ്റ് ആ ഒരു സാധനം ടക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇടത് ഭാഗത്ത് വേണം ടക്കിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കണ്ടോ ടക്കിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു റൗണ്ട് ചെയ്ത് എടുക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമ്മുടെ ഈ കര വരുന്ന രീതിയിൽ വരും. പക്ഷെ നമുക്ക് നടക്കാനോ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ജസ്റ്റ് ഒരു പ്ലീറ്റ്സ് എടുത്തതിന് ശേഷമാണ് നമ്മൾ അവിടെ ടക്കിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നടക്കാനൊന്നും ബുദ്ധിമുട്ട് കാണത്തുമില്ല. നമ്മൾ നടക്കുന്ന സമയത്ത് അണ്ടർസ്കേർട്ട് കാണത്തുമില്ല. കാരണം നമ്മൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മൾ അതിൻ്റെ ഉള്ളിലായിട്ട്, അതായത് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ സെറ്റ് മുണ്ടിൻ്റെ ഉള്ളിൽ ടക്കിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നടക്കാനോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. കണ്ടോ, അതിൻ്റെ ഉള്ളിലോട്ട് കയറി തന്നെയാണ് ഈ അടിപ്പാവയുടെ ഉള്ളിലോട്ട് കയറി തന്നെയാണ് ആ ഒരു തുണി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നടക്കുമ്പം അണ്ടർസ്കേർട്ട് കാണത്തേയില്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ സെറ്റ് മുണ്ട്. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഇങ്ങനെ ബൾജ് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ട് തന്നെ ഉള്ളിലോട്ട് ഒതുക്കി തന്നെ ടക്കിൻ ചെയ്ത് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ആ മുണ്ടിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ മേളത്തെ പോർഷൻ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടത് സൈഡിലാണല്ലോ നമ്മുടെ പ്ലീറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ പ്ലീറ്റ്സ് എടുക്കുന്ന സമയത്ത് കണ്ടോ നമ്മൾ അതായത് ഞാൻ ആ ഒരു കരയുടെ വലിപ്പമാണ് എടുക്കുന്നത്. അപ്പോൾ ആ കരയുടെ ആ വലിപ്പത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ തള്ളവിരലിൻ്റെ ഭാഗം കണ്ടോ, തള്ളവിരലിൻ്റെ ഉള്ളിലായിട്ട് വരണം. നമ്മുടെ ഈ കര എന്ന് പറയുന്ന കരയുടെ ആ സൈഡ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ തള്ളവിരലിൻ്റെ ആ ഉള്ളിലോട്ട് വരണം. എന്നിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റത്തെ പ്ലീറ്റ്സ് ആകുന്ന സമയത്ത് കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ലാസ്റ്റത്തെ പോർഷൻ ആകുമ്പം നമ്മുടെ തള്ളവിരലിന് ഓപ്പോസിറ്റ് വേണം വരാനായിട്ട്. മനസ്സിലായി? ആദ്യം നമ്മുടെ തള്ളവിരലിനകത്ത് വന്നു, അതിനുശേഷം ലാസ്റ്റ് പോർഷൻ വരുമ്പോൾ തള്ളവിരലിന് ഓപ്പോസിറ്റ് വരണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു പ്ലീറ്റ്സ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് അടുക്കിയെടുക്കാം. അപ്പോൾ അടുക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇപ്പോൾ നമുക്ക് കണ്ടോ, അപ്പോൾ അടുക്കിയെടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് വരും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക ആ ഭാഗം ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ കണ്ടോ ഇപ്പം അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ബാക്കിയുള്ള ആ ഒരു പോർഷനും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതധികം കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാനും ഭയങ്കര ഈസിയാണ്. അപ്പോൾ കണ്ടോ ഞാൻ കറക്റ്റ് ആ ഒരു അങ്ങനെ നമ്മൾ വെച്ചതിന് ഇച്ചിരി മുകളിലോട്ട് പൊക്കി പിടിച്ചതിന് ശേഷം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു തുണികൾ കറക്റ്റ് ലെവലിൽ വരും. കണ്ടോ ഇപ്പം നമ്മുടെ ആ പ്ലീറ്റ്സ് ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ വേണമെങ്കിലൊന്ന് ഒരു പിന്നോ എന്തെങ്കിലും കുത്തി കൊടുക്കാം. അപ്പോൾ അതവിടെ കറക്റ്റ് ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്തോളും. അപ്പം നമ്മൾ തുണിയിൽ കൂട്ടിയല്ല ചെയ്യുന്നത്, ജസ്റ്റ് ആ പ്ലീറ്റ്സ് എടുത്തെടുത്ത് മാത്രമാണ് നമ്മൾ പിന്നിട്ട് കൊടുക്കുന്നത് കേട്ടോ.
അപ്പം പിന്ന് കുത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇനി നമ്മുടെ ആ ഒരു ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആ ഒരു വി ഷേപ്പിൽ വരണം, എങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ സൈഡ് പോർഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ബാക്ക് പോർഷനിൽ കറക്റ്റ് ആ ഒരു വി ഷേപ്പ് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ വി ഷേപ്പ് വരുന്ന കണ്ടോ ഈ ഒരു സംഭവം കണ്ടോ, വി ഷേപ്പിൽ ആ സംഭവം വന്നാലാണ് ആ ഒരു സെറ്റ് മുണ്ടിൻ്റെ ഒരു ബാക്കിൽ നോക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് വി ഷേപ്പ് ആകുന്ന രീതിയിൽ എടുത്തിട്ട് നമുക്കൊന്ന് സെക്യൂറായിട്ട് കൊടുക്കാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായത്തിനുണ്ടെങ്കിൽ നമുക്കൊന്ന് വിളിച്ചൊന്ന് ഇടിയിപ്പിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത്. അപ്പം നമ്മൾ ഇത് കറക്റ്റ് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ആ കറക്റ്റ് വി ഷേപ്പ് വന്നു. ഇനിയിപ്പോൾ വേറൊരു കാര്യം നോക്കണ്ട. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ കണ്ടോ കറക്റ്റ് ആ ഒരു ലെവലിൽ വന്ന കണ്ടോ, ഇപ്പോൾ നമ്മുടെ ആ രണ്ട് കരകളും ഒരേ ലെവലിൽ വരണം. ഒരേ ലെവലിലല്ല, ഈ ഒരു ഷേപ്പാണ് സെറ്റ് മുണ്ടിന് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. അപ്പം ചിലവർ അതിലിങ്ങനെ പിന്ന് കുത്തി കൊടുക്കാതെ ഉള്ളിലേക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഉള്ളിലേക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കും, പിന്നെ അതിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. അതിലും നല്ലത് നമ്മൾ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇത്രയും ഭാഗം സെറ്റായപ്പം ഇനി നമുക്ക് ബാക്കി വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ പ്ലീറ്റ്സൊക്കെ എടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വലിച്ച് കുത്തി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലീറ്റ്സ് നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തിടാം. അപ്പോൾ നമ്മൾ ആ പിന്ന് നേരത്തെ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നമുക്ക് ഊരിയിട്ട് അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് നേരെ ഇങ്ങനെ പൊക്കി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇടാനുള്ള ആ ഒരു പാങ്ങ് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളിതങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളവിടെ പിന്നെ ചെയ്ത് കുത്തി കൊടുത്തിരിക്കുന്നതുകൊണ്ട് എന്തായാലും അത് അവിടം വരെയുള്ള പ്ലീറ്റ്സ് എന്തായാലും പോകത്തില്ല. അപ്പോൾ കണ്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ പ്ലീറ്റ്സിൻ്റെ അവിടെയൊക്കെ നല്ല സെറ്റായിട്ട് വന്നോളും കേട്ടോ. ഇപ്പോൾ കണ്ടില്ല കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ വന്ന് നിൽപ്പുണ്ട്. അപ്പം ബാക്കും ഓക്കെയാണ്, ഫ്രണ്ടും ഓക്കെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്ലീറ്റ്സിൻ്റെ അവിടെ മാത്രം ഒന്ന് വലിച്ചു കുത്തി കൊടുത്താൽ മതിയേ. അപ്പോൾ ഞാൻ വലിച്ചു കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്ലീറ്റ്സൊക്കെ ഇവിടെ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഇട്ട് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതെല്ലാം അറേഞ്ച് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് നമ്മുടെ ആ ഒരു പോർഷനൊക്കെ സെറ്റായി കഴിയുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം, ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി കൊടുക്കാവേ. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ കുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ആ ഒരു ബാക്കി നമ്മുടെ ആ പ്ലീറ്റ്സിൻ്റെ അവിടെയൊക്കെ ഒന്നും കൂടെ ഒന്ന് ശരിയാക്കി കൊടുത്തേ മതിയേ. അപ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു നമ്മുടെ ആ സൈഡെല്ലാം ഭയങ്കര ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇരിക്കണം നമ്മൾ സെറ്റ് മുണ്ട് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ആ ഈ ഒരു ഫ്രണ്ട് പോർഷൻ കണ്ടില്ല, ആ കറക്റ്റ് ആ ലൈൻ വന്ന് നിൽക്കുന്ന അതാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ടാണ് ഉടുത്തെന്ന് എല്ലാവരും പറയും. അപ്പം നമ്മൾ ബാക്കിയുള്ള പ്ലീറ്റ്സുകളെല്ലാം നമ്മൾ കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഈ സൈഡിലാണെങ്കിലും ഒരുപാട് അങ്ങ് ലൂസായി പോയിട്ടുമില്ല, പക്ഷെ നല്ല ടൈറ്റായിട്ടും ബാക്കിലെ ആവശ്യം കറക്റ്റ് ആ ഒരു വി ഷേപ്പിൽ വന്നിട്ടുമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ചിലപ്പം നമ്മുടെ ഈ സൈഡ് വശം കൊണ്ട് ഇച്ചിരി നമ്മുടെ അവിടെ ഇറങ്ങിയൊക്കെ പോരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വയറൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് കുത്തി വെക്കാവേ. അപ്പം നമുക്ക് ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് വലിച്ച് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ആ ഭാഗമാണേലും ഓക്കെ ആയിക്കോളും. അപ്പോൾ കണ്ടോ നമ്മൾ ഉള്ളിൽ നിന്ന് അതിങ്ങനെ കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടോ എത്ര വലിച്ചാലും നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമുക്കിങ്ങനെ അതങ്ങോട്ട് ആ തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തില്ല, അത്രയും നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്തോളും. അപ്പോൾ കണ്ടോ അപ്പം നമ്മൾ ബാക്കിയുള്ള പ്ലീറ്റ്സ് എല്ലാം കൂടെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലുക്ക് ഇതാണ്. അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ഇനിയിപ്പോൾ ഇതുപോലെയുള്ള ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് സാരി ഉടുക്കാൻ നോക്കുക. സെറ്റ് മുണ്ടൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേനും നിങ്ങൾ സെറ്റ് മുണ്ടൊക്കെ ഉടുക്കാൻ നോക്കുക.
ഞാൻ ഇനി വെളിയിലോട്ട് ഇറങ്ങിയിട്ടൊന്ന് ലുക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിലും എനിക്ക് സെറ്റ് മുണ്ടൊക്കെ ഉടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ സെറ്റ് മുണ്ട് ഉടുക്കുമ്പോഴത്തേക്കും നമ്മൾ 3 ട്രിക്കുകൾ നോക്കുക. അതായത് നമ്മൾ സെൻറ്ററിൽ തന്നെ കര വരാൻ നോക്കുക, പിന്നെ ഏറ്റവും ബാക്ക് വശത്താണെങ്കിലും വി ഷേപ്പിൽ വരാൻ നോക്കുക, പിന്നെ പ്ലീറ്റ്സ് ഒക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ടാറ്റാ.